സുഹൃത്തുക്കളെ നമസ്കാരം. മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ രണ്ട് പ്രബല ജില്ലകളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയം 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്സുകളെന്ന് നമുക്ക് കരുതാവുന്ന മാണി വിഭാഗം കേരള കോൺഗ്രസ്സിന് 5 സീറ്റുകളിലാണ് വിജയിക്കാൻ സാധിച്ചത്. UDFിനൊപ്പം നിന്ന PJ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്സിന് കടുത്തുരുത്തിയിലും തൊടുപുഴയിലും മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പിന്നീട് പ്രബലമായ കേരള കോൺഗ്രസ്സുകളെന്ന് നമ്മൾ പറയുന്ന കേരള കോൺഗ്രസ് ബി, കൊല്ലം ജില്ലയിൽ നിന്ന് ഗണേഷ് കുമാർ, UDFിൻ്റെ ഭാഗമായ TM ജേക്കബിൻ്റെ കേരള കോൺഗ്രസ്, TM ജേക്കബ് ഫ്രാക്ഷൻ കേരള കോൺഗ്രസ്, അതിൻ്റെ TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് വിജയിച്ചു വന്നു. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രതിനിധികളായി കഴിഞ്ഞ നിയമസഭയിൽ വന്നത് അങ്ങനെ നോക്കുമ്പോൾ 9 പേരാണ്. എന്നാൽ 2016 തെരഞ്ഞെടുപ്പ് ഫലവുമായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഇടുക്കി ജില്ലയിലെ ഇടുക്കിയും പത്തനംതിട്ട ജില്ലയിലെ റാന്നിയും പിന്നെ കോട്ടയം ജില്ലയിലെ 3 അസംബ്ലി സെഗ്മെൻറ്റ്സുമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിജയിച്ചത്. ഇതിൽ ഞാനിതേക്കുറിച്ച് പല കാരണങ്ങൾ കൊണ്ടും പരിശോധിക്കുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രി റോസി അഗസ്റ്റിൻ 2016 ഇടുക്കിയിൽ നിന്ന് വിജയിക്കുന്നത് UDF കാൻഡിഡേറ്റ് ആയിട്ടാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം, PJ ജോസഫ് വിഭാഗം എല്ലാം കൂടി ഒരുമിച്ചുള്ള കേരള കോൺഗ്രസിൽ നിന്നാണ് റോസി അഗസ്റ്റിൻ 2016 വിജയിക്കുന്നത്. പക്ഷെ അന്ന് 27,000-ലധികം വോട്ടുകൾ BDJSന് ലഭിച്ചിരുന്നു. 2021 അത് വോട്ട് BDJS ലഭിച്ച വോട്ട് വളരെ കുറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരള കോൺഗ്രസ്സുകൾക്കകത്ത് എന്താണ് ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്താണ്?